welcome to Flavors of Thailand. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നു. കയറി ഒരു ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഓടി വന്ന് കയറുമായിരുന്നു. ഇത്ര നേരം മാർക്കറ്റിൽ കാഴ്ചകൾ കണ്ട് നടന്ന് ഇതിൻ്റെ സമയം പോയത് അറിഞ്ഞില്ല. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു ഈ ഒരു ജേർണി. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ബാങ്കോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോൺ വോയി മാർക്കറ്റിലും ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും മസ്റ്റായിട്ട് വന്നിരിക്കണം. ഇവിടെ അകത്തേക്ക് കയറാൻ ഇവിടെ ഈ ബോട്ട് സർവീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് 80 ബാറ്റാണ് ഒരാൾക്ക്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഒരു സമയത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ കച്ചവടക്കാർ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഈ നമ്മൾ കണ്ട പോലത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് ട്രഡീഷണൽ ഐറ്റംസ് ആയിട്ട് വിൽക്കാൻ ഇരിക്കുന്ന കാഴ്ച എന്തൊരു ലൈഫായിരുന്നിരിക്കും ആ സമയത്ത് അല്ലേ. ലൈഫ്ലി അവിടെ കണ്ട ലൈഫ് വെള്ളത്തിലിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയായിരുന്നു ഇങ്ങനെ. ഈ ഒരു ബോട്ട് ജേർണി ഭയങ്കര രസമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാനുള്ള പലഹാരങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് ഈ ബോട്ടിനകത്ത് വന്നാൽ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന നല്ല സുഖകരമായ ഒരു യാത്രയാണ്. ഇങ്ങനെ കനാലിലൂടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാറ്റെല്ലാം ആസ്വദിച്ച് എന്ത് രസമാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളും ഇപ്പോൾ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പഴയ ട്രഡീഷണൽ ഹൗസസ് ഉണ്ട്. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഡയലാപ്പിലേറ്റഡ് ആയി, കുറച്ച് ചെറിയ പഴയ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ട്രഡീഷണൽ ഹൗസസും മോഡേൺ ഹൗസസും എല്ലാം കാണാൻ പോകുന്ന വഴിക്ക് അപ്പോൾ ഈ ആധുനികമായ ബാങ്കോക്ക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു മെട്രോ സിറ്റിയിൽ ഇങ്ങനെയുള്ള ചില സോഫ്റ്റ് വശങ്ങളുമുണ്ട്. 1 മണിക്കൂർ സഞ്ചരിച്ചാൽ ഇതുപോലൊരു കൺട്രി സൈഡ് പോലെയോ അല്ലെങ്കിൽ ഒരു റിവർ സൈഡിലൊക്കെ വരാം. ഇത്തരം കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം. അതൊരു വലിയൊരു വ്യത്യാസമല്ലേ. ഭയങ്കര തിക്കിലും തിരക്കിലും നിന്നും ട്രാഫിക്കിൽ നിന്നുമൊക്കെ മാറി ഒരു നാടൻ സ്റ്റൈലിൽ ഇവിടുത്തെ ഗ്രാമീണരുടെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഭയങ്കര രസം. നമ്മൾ കുട്ടനാടിലൂടെയൊക്കെ വള്ളത്തിൽ ബോട്ടിലൊക്കെ സഞ്ചരിക്കില്ലേ, കേവ് വള്ളത്തിലൊക്കെ, ഏതാണ്ട് അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇവിടെ താറാവൊന്നും ഇല്ലാതെ ഉള്ളൂ. ആ ഒരു നമ്മുടെ നാട്ടിലൊരു ഗ്രാമീണമായ ആ ഒരു കാഴ്ചകൾ, താറാവ് അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസം. പായലിൻ്റെ ശല്യം വന്നിട്ടുണ്ട് തോന്നുന്നു. ആഫ്രിക്കൻ പായൽ ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ. അതിനിടയിൽ കൂടിയൊക്കെ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് ഏതാണ്ട് ഒരു ½ ആൻ അവർ ജേർണി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 1/2 മണിക്കൂറെങ്കിലും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. നല്ല രസമാണ് കേട്ടോ. ആ മാർക്കറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ മേടിക്കുക, എന്നിട്ട് ബോട്ടിൽ കയറുക, കഴിക്കുക. ഞാനെൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവിടെ വെച്ച് തന്നെ കഴിച്ചോ അടക്കി. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ സാധനമൊക്കെ ഉണ്ട്, എങ്കിലും വയറ് ഫുള്ളായി. ടേസ്റ്റിങ്ങും മേടിച്ചതും എല്ലാം കൂടി കഴിച്ചിട്ടേ സാമ്പിളിങ്ങും എല്ലാം കഴിഞ്ഞ് വയറ് ഫുൾ. ഇതൊക്കെ ട്രഡീഷണൽ ഹൗസസാണ്, പഴയ ടൈപ്പ് വീട്. ഇങ്ങനെ ഈ എന്താ പറയുക, നദിയുടെ കരയിൽ താമസിക്കുന്ന ആൾക്കാർ, റിവർ സൈഡിൽ. അതിങ്ങനെ ആ വീടുകൾ കണ്ടോ, ഇങ്ങനെ ഓരോ പില്ലറിൻ്റെ മേളിലാണ് ആ വീടുകൾ. വുഡൻ ഹൗസസാണ്. താഴെ ഇങ്ങനെ തൂണുകളുണ്ടാവും. തൂണിൻ്റെ മുകളിലായിട്ടാണ് വീട്. നമ്മൾ പല സ്ഥലത്ത് നാഗാലാൻഡിലും ലിറ്റിൽ ആൻഡമാൻസിലൊക്കെ പോയപ്പോൾ കുറച്ച് ഗോത്രവർഗ്ഗക്കാരുടെ വീടുകൾ അവിടെയെല്ലാം ഇതുപോലെയുള്ള വുഡൻ ഹൗസസ് അല്ലേ, ഇങ്ങനെ പില്ലറിൻ്റെ മുകളിൽ, തടിയുടെ മുകളിൽ തടി കൊണ്ടുണ്ടാക്കിയ തൂണുകളുടെ മുകളിൽ നിൽക്കുന്നത്. അതുപോലത്തെ ട്രഡീഷണൽ ഹൗസസ് ഇവിടെയും കാണാം.
ബോട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇങ്ങനെ നിർത്തി തരും. അവിടെ ഫുൾ മീനാണ്, തട്ടിമാട മീനുകൾ. അവർക്ക് കൊടുക്കാൻ ബ്രെഡ് ഇങ്ങനെ കൊണ്ട് തരും. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഫീഡിങ് ഓഫ് ഫിഷ് ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ എന്തുമാത്രം മീനാന്ന് നോക്കൂ. ഇത് വലിയ തടിമാടൻ മത്സ്യങ്ങൾ. ഭയങ്കരമാണ്. ഒരുപാട് ഫിഷ് വരുന്ന സ്ഥലമാണിത്. ഇഷ്ടംപോലെ മീൻ നോക്കൂ. ബ്രെഡ് കൊടുക്കും. ബ്രെഡ് കഴിക്കാൻ വേണ്ടി ഇത്രയും മിനി ബോട്ട് വരുമ്പോൾ തന്നെ അതിനറിയാം. മത്സ്യങ്ങൾക്ക് വലിയ കുഞ്ഞുങ്ങളെന്ന് പറയാറില്ല, വലിയ മത്സ്യങ്ങൾക്കെല്ലാം ബ്രെഡെല്ലാം കൊടുത്ത് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് ജേർണിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബേസിക്കലി പഴയ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഓർമ്മക്കുറിപ്പ് പോലെയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാം തന്നെ ഇപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഏരിയയിലായിട്ട് കടകളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ വഴികളിലെല്ലാം ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരുന്നു. ഇതുവഴി നമ്മളൊരു ബോട്ട് സവാരി നടത്തുകയാണ്. വഴിയിലെല്ലാം ഈ ട്രഡീഷണൽ ഹൗസസ് എല്ലാം കാണാം, അവരുടെ പഴയ വീടുകളെല്ലാം കാണാം. ഇപ്പോഴും അവിടെ താമസമുണ്ട് ആൾക്കാർ, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം. വഴിയിൽ തന്നെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്. അതില്ലേ കുറച്ച് മോങ്സും ഒക്കെ ഇങ്ങനെ ബുദ്ധിസ്റ്റ് മോങ്സ് കുട്ടികളെല്ലാം ഇങ്ങനെ പോകുന്നതാണ്. ടൂറിസ്റ്റ് ഏരിയ ആണ് അതും. അവിടെ എല്ലാം കുറേ ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഒഫീഷ്യൽ റിലിജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ബുദ്ധിസ്റ്റ് വിഹാറാസ് പിന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ബോട്ട് കുറേ ദൂരം പോയി, നമ്മൾ മീനിനെല്ലാം ഭക്ഷണമെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ട് വിടും. അതായത് നമ്മളുടെ മാർക്കറ്റ് ഏരിയ, അതാണ് ഡോൺ വോയ് മാർക്കറ്റ്. അപ്പോൾ ഈ ഡോൺ വോയ് മാർക്കറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വരേണ്ട സ്ഥലം ആ മാർക്കറ്റ് പ്ലസ് ദി ബോട്ടിംഗ്. അപ്പോൾ ഈ ബോട്ടിംഗ് പോകുന്ന വഴികളിലൂടെയാണ് പണ്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിട്ടേൺ ട്രിപ്പാണ്. ഡോൺ വോയ് മാർക്കറ്റിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെയുള്ള യാത്ര ഏതാണ്ട് തീരാൻ സമയമാകുന്നു. ഇപ്പോൾ ദേ നമ്മൾ മാർക്കറ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ റിട്ടേൺ ട്രിപ്പായിരുന്നു ഇത്. തിരിച്ചെത്തിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റെല്ലാം കാണാം.
ഇതിനകത്തെല്ലാം കടകളാണ്, ഇപ്പോൾ കടകളാണ്. ഇതിനകത്ത് ആൾക്കാർ താമസമുണ്ട്. ഇവരെല്ലാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ വള്ളത്തേൽ ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടത്. ഇപ്പോൾ അവരെല്ലാം വീടുകൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് അവരുടെ ബിസിനസ് ഇവിടെ ഷോപ്സിലേക്ക് മാറ്റി കഴിഞ്ഞു, സ്റ്റോൾസിലേക്ക്. ടെമ്പററി സ്റ്റോൾസാണ് ഇത്. വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ തടിയിൽ തൂത്ത കടകൾ തന്നെയാണ്. വെള്ളത്തിലേക്കാണ് അതിൻ്റെ ബേസ്. അതിൻ്റെ തൂണൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഇങ്ങനെ ടെമ്പററി ഷെഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഡോൺ വോയ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെല്ലാം ബോട്ട്സിലാണ്, കുറേ കൂടുതലും ബോട്ട്സ് ഉണ്ട്. ബോട്ട്സിലെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങളെല്ലാം ഇപ്പോഴും ഫ്ലോട്ട് ചെയ്ത് തന്നെ കിടക്കുകയാണ് ആ മാർക്കറ്റിൻ്റെ. ചില ബോട്ട് ഷേപ്പിൽ കുറേ ബോട്ട്സിൽ തന്നെ കൺസ്ട്രക്ഷൻസ് കണ്ടില്ലേ. ഇതെല്ലാം വള്ളത്തേലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഇതെല്ലാം വള്ളത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്ന് മാത്രം, അനങ്ങുന്നില്ല. അത് അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് ഈ വെള്ളത്തിൽ കിടക്കും. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഡോൺ വോയ് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഈ സൈഡിൽ ഇതെല്ലാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ എല്ലാം വെള്ളത്തിലാണ്, അടിയിൽ വള്ളമാണ്. വള്ളത്തിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ്. അപ്പോൾ ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നത്, വെള്ളത്തിൻ്റെ മേളിൽ തന്നെയാണ്, മൂവ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇതെല്ലാം ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഡോൺ വോയ് മാർക്കറ്റിൻ്റെ. ഇതൊരു ഫുഡ് കോർട്ട്, അതിൻ്റെ ഭക്ഷണം ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ നല്ല രസമല്ലേ, വെള്ളത്തിലെ കാഴ്ചകളും എല്ലാം കണ്ടിങ്ങനെ കഴിക്കാൻ പറ്റും. നല്ല കാറ്റ്, അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എക്സ്പീരിയൻസ് ഡോൺ വോയ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വരാൻ മറക്കരുത്. ബാങ്കോക്കിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ വരണം, വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഡോൺ വോയ് മാർക്കറ്റ് പരിസരത്ത് തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ്. ആഹാ, ഇവിടെ എന്താണ്, ഇവിടെ ഐസ് സ്റ്റിക്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഇവരുടെ പല പല ഫ്ലേവേഴ്സ്. അതിൻ്റെ സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഡമ്മി സ്റ്റിക്സ് ഇത് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അവരുടെ മോൾഡ് ഉണ്ട്. ഈ മോൾഡിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ഒഴിക്കുന്നു, ഫ്ലേവേഴ്സ്, എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കും ഐസിൽ. എന്നിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്റ്റിക്കും കൂടി അകത്ത് കൊടുക്കും. അപ്പോൾ അത് ഫ്രോസൺ ആകും. പല ഫ്ലേവേഴ്സാണ് അവർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. അനദർ ഫ്ലേവർ ഐസ് സ്റ്റിക്സ്. വേറെ വേറെ ടൈപ്പാണ്. ഇത് ലെമണാന്ന് തോന്നുന്നു. ഒരു പുളിയുണ്ട്, ചെറിയ നാരങ്ങയുടെ സിട്രസ് ടേസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കേ ഇങ്ങനെ സൈക്കിളിൽ മണി അടിച്ചിങ്ങനെ കൊണ്ടുപോകും ഐസ് സ്റ്റിക്ക് അല്ല. ശരിക്കും വാങ്ങി കഴിക്കാൻ പേടിയാണ്. കാര്യം ഏത് വെള്ളത്തിലാണ് ഈ ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഇവിടെ അത്തരം പേടികളൊന്നും വേണ്ട. വളരെ ഹൈജീനിക് ആയിട്ടുള്ള നല്ല വെള്ളത്തിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വളരെ ലാഭമാണ് ഇവിടെ. 5 ബാറ്റ്സ്, അതായത് നമ്മുടെ 10 രൂപ അത്രേ ഉള്ളൂ.
ഇവിടെ വീണ്ടും ഒരു തായ് ടിപ്പിക്കൽ വിഭവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. റൈസ് ഫ്ലവർ ആണ്. അത് വളരെ പാല് പോലെ നേർത്ത രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാത്രം നോക്കൂ. ഇത് സ്റ്റീമറാണ്. അടിയിൽ സ്റ്റീം വരുന്നു. അതിൻ്റെ മേളിലൊരു തുണിയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. സ്റ്റീം വരുന്നൊരു വലിയൊരു ഹോള്, അതിൻ്റെ മുകളിലൊരു തുണി നല്ല ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് ഈ മാവ്, ഘനം കുറച്ച് പരത്തിയ മാവ് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ അതിനകത്ത് വെജിറ്റബിൾ ലീവ്സ് എല്ലാം കൊണ്ടൊരു ഫില്ലിങ് വെച്ചിട്ട് ഇത് ചെയ്യും. കണ്ടില്ലേ? എന്നിട്ട് ആവിയിലിങ്ങനെ അടച്ചു വയ്ക്കും. എന്തെളുപ്പം. അപ്പോൾ സ്റ്റിക്കി റൈസ് ഫ്ലവറാണ്. അതുകൊണ്ട് ഒരു തിൻ ബാറ്റർ, അതായത് പാലിനെക്കാട്ടി നേർത്തൊരു പാല് വെള്ളം ചേർത്താൽ എനിക്ക് അതുപോലെ കട്ടി കുറച്ചുണ്ടാക്കുന്നു. ഇത് ശരിക്കും തുണി കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ഈ സ്റ്റീം നമ്മുടെ ഇപ്പോൾ പുട്ടുകുടത്തിൻ്റെ മുകളിൽ നമ്മൾ തുണി കെട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അടിയിൽ നിന്ന് നല്ല സ്റ്റീം വരുന്നുണ്ട്. അതിലിങ്ങനെ പരത്തുന്നു, ഇതുകൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ അത് വേഗം. ഈ ഫില്ലിങ് ഇലകളാണ്. അത് വെച്ചിട്ട് നാലായിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മടക്കിയെടുക്കുന്നത്. എന്ത് പെട്ടെന്നാവുന്നു നോക്കും. അതാണ് ഇവിടെ ഒരു പലഹാരം, ഇവരുടെ പ്രധാന ഒരു കാര്യമാണ്. ഇപ്പോൾ വെജിറ്റബിൾ ഫില്ലിങ്ങിന് വരാം പോർക്ക് ഫില്ലിങ്, ചിക്കൻ ഫില്ലിങ് എല്ലാം വെക്കാറുണ്ട്. വലിയ അയലയാണ്. അതെ, ഇത് കണ്ടോ, ഇത് വേവിച്ചതാണ്. ഇത് കുക്ക്ഡ് സ്മോക്ഡ് അയല 90 ബാറ്റ്, 180. ഇനി വേവിക്കാത്തതാണെങ്കിൽ അതേ വിലയാണ് 90. എന്തു വലുതല്ലേ അയല. തായ്ലൻഡിലെ അയലയാണത്. ഷോ, എന്ത് രസമായിരിക്കുന്നു. നല്ല ചക്ക പോലെ ഇരിക്കുന്നു. അത് ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സ്മോക്ക് അല്ലാത്തത്. ഇത് നമ്മുടെ ചെറുപരിപ്പ്, മൂങ് ദാൽ ഇങ്ങനെ ഫ്രൈഡ് മൂങ് ദാൽ കുപ്പിയിൽ, ഫ്രൈഡ് പീനട്ട്സ് കുപ്പിയിൽ, ഫ്രൈഡ് ഗ്രീൻ പീസ് കുപ്പിയിൽ. ഇതൊക്കെ അണ്ടിപ്പരിപ്പ് 100 ബാറ്റ്, 200 രൂപ. ഫ്രൈഡ്, സോൾട്ടഡ് ആൻഡ് ഫ്രൈഡ്. പിന്നെ ഇതിൽ തന്നെ കപ്പലണ്ടി തന്നെ പല പല രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സിസയും നമ്മുടെ എള്ള് കോട്ട് ചെയ്ത് കാരമലൈസ് ചെയ്ത കാഷ്യൂനട്ട്സ് ആണ്. 150. ഓക്കെ, 150 ബാറ്റ്, അതായത് 300 രൂപ. പിന്നെ കപ്പലണ്ടി ഉണ്ട് അതുപോലെ. പീനട്ട് ഹൗ മച്ച്? 50. 50. ഇത് 50 പീനട്ട്. അതും അതുപോലെ കാരമലൈസ് ചെയ്ത് വെള്ള എള്ളിൽ, ഇത് കറുത്ത എള്ളിൽ കോട്ട് ചെയ്തത്. 50 ബാറ്റ്, അതായത് 100 റുപ്പീസ്. ഇതെല്ലാം വറുത്ത് കഴിക്കുന്ന ഫ്രൈംസ് പോലെയുള്ള പപ്പടംസ് പോലെ. അവരുടെ ഫിഷ്, മീൻ ഫ്ലേവേർഡ് ആയിരിക്കും ഇത് കൂടുതലും. പ്രോൺസിൻ്റെയൊക്കെ പേസ്റ്റ് ചേർത്ത് തയ്യാറാക്കുന്നതാവാം, പോക്കിൻ്റെ ആകാം. പിന്നെ കുറേ കുക്കീസ്. ഇതെല്ലാം തന്നെ എഗ്സാണ്, അവരുടെ ചൈനീസ് എഗ്സ്, കളേർഡ് അങ്ങനത്തെ മുട്ട. അങ്ങനെ ഡോൺ വോയ് മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഏരിയ, ഇത് ഏതാണ്ട് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മാർക്കറ്റാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ കച്ചവടക്കാരും ഈ വിഭവങ്ങളും ഒക്കെ തന്നെ ഏറ്റവും എത്തനിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ കാലം തൊട്ടുള്ള ഒരു മാർക്കറ്റ് ഏരിയയാണ്. അത് അവരുടെ ഒരു കുത്തകയാണ്. അപ്പോൾ പണ്ടത്തെ ട്രഡീഷണൽ ഡിഷസ് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് അവരെല്ലാം ഉണ്ടാക്കുന്നത്. തലമുറകൾ കൈമാറി വന്ന ട്രേഡ് സീക്രറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒത്തൻറ്റിക് തായ് വിഭവങ്ങൾ വേണമെന്നുള്ളവർ ഇവിടെ തന്നെ വരണം ഈ മാർക്കറ്റിൽ. അപ്പോൾ ഇവിടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇങ്ങനെ വള്ളത്തേൽ ഇങ്ങനെ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നില്ല എന്ന് മാത്രം. പണ്ട് വള്ളത്തിൽ തന്നെ ആയിരുന്നു. അവിടെ പണ്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തന്നെ വള്ളമായിരുന്നല്ലോ, റോഡൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാം മാറ്റങ്ങൾ വന്നു. പക്ഷേ അവരുടെ വിഭവങ്ങളൊന്നും മാറിയിട്ടില്ല, അവരുടെ ഒരു സ്റ്റൈലൊന്നും മാറിയിട്ടില്ല. ആ ഒരു കൾച്ചർ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണേണ്ട കാഴ്ചയാണ് ഇവിടെ. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നു.